അവർ ഒരിക്കലും അള്ളാഹുവിന്റെ കലാം ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. കേൾക്കുന്ന ഹദീസുകൾ മുത്തുനബി പറഞ്ഞു എന്ന് പറഞ്ഞാരെങ്കിലും ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോഴേക്ക് ആ ഹദീസ് സ്വീകരിക്കുന്ന സ്വഭാവവും അവർക്കില്ലായിരുന്നു. മദ്ഹബുകൾ ക്രോഡീകരിച്ച മഹത്തുക്കളായ മുജ്തഹിദുകളായ ഇമാമുകൾ, അവരുടെ സൂക്ഷ്മതയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. കണിശമായ സൂക്ഷ്മത, കൃത്യമായ സൂക്ഷ്മത ഹദീസ് സ്വീകരിക്കുന്നതിലും മറ്റും മദ്ഹബുകൾ ക്രോഡീകരിക്കുന്നതിലും മതനിയമങ്ങൾ രേഖപ്പെടുത്തുന്നതിലും അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. മഹാനായ മദ്ഹബിന്റെ ഇമാമായ മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ, അദ്ദേഹം കേൾക്കുന്നു, മഹാനായ ഇമാം ജീവിച്ചത് മുഴുവൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട്ടിലാണ്. ഹദീസ് സ്വീകരിച്ചത് പുണ്യ മദീനയിൽ വെച്ചാണ്, മക്കയിൽ വെച്ചാണ് ഹദീസുകൾ ക്രോഡീകരിക്കുന്നത്. ഇമാം മാലിക് റഹിമഹുല്ലാ കേൾക്കുന്നു, തൊട്ടടുത്ത നാട്ടിൽ ഒരു മുഹദ്ദിസ് ഉണ്ട്, ധാരാളം ഹദീസുകൾ ഹൃദ്യസ്ഥമാക്കിയ, ധാരാളം ഹദീസുകളിൽ അവഗാഹമുള്ള ഒരു മുഹദ്ദിസ് തൊട്ടടുത്ത നാട്ടിലുണ്ട് എന്ന് ഇമാം മാലിക് റഹിമഹുല്ല കേട്ടപ്പോ അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് മനഃപ്പാഠമാക്കാൻ പഠിക്കാൻ മദ്ഹബിന്റെ ഇമാമായ മാലിക് റഹിമഹുല്ല അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. വലിയ ഹദീസ് പണ്ഡിതനാണെന്ന് കേട്ടിട്ടാണ് പോകുന്നത്. ആ വലിയ ഹദീസ് പണ്ഡിതനിൽ നിന്ന് ഹദീസ് പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോകുന്നത്. വലിയ മുഹദ്ദിസിന്റെ വീട്ടുപടിക്കൽ ചെന്ന് നോക്കുമ്പോൾ ഇമാം മാലിക് റഹിമഹുല്ല കണ്ട കാഴ്ച എന്താണെന്നറിയോ? അദ്ദേഹം ഇരുന്ന് കൊണ്ട് ഹദീസ് പറയുകയാണ്. ജനങ്ങൾ ഹദീസ് പഠിക്കാൻ വന്ന പഠിതാക്കൾ, മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തും നിന്നുകൊണ്ട് ഹദീസ് കേൾക്കുകയാണ്. അദ്ദേഹം ഇരുന്ന് ഹദീസ് പറയുന്നു, അദ്ദേഹത്തിന്റെ കസേരയിൽ ഇരുന്ന് ഹദീസ് അങ്ങനെ ഉദ്ധരിക്കുന്നു. ചുറ്റുഭാഗത്ത് നിന്ന് ഹദീസ് പഠിക്കാൻ വന്ന ആളുകൾ നിന്നുകൊണ്ട് ഹദീസ് കേൾക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഈ രംഗം നേരിൽ കണ്ട ഇമാം മാലിക് റഹിമഹുല്ല അപ്പോൾ തന്നെ തീരുമാനമെടുക്കുകയാണ്, ഇദ്ദേഹത്തിന്റെ ഹദീസ് എനിക്ക് വേണ്ട, ഇദ്ദേഹത്തിന്റെ ഹദീസ് എനിക്കൊരിക്കലും സ്വീകാര്യമല്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് മാന്യതയില്ല. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എനിക്ക് കാണാനാകുന്നില്ല. സുന്നത്തിന് വിരുദ്ധമായ ഒരു ശൈലിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. അതെന്താ? അയാൾ മാത്രം ഇരിക്കുക, പഠിക്കാൻ വന്നവരൊക്കെ നിന്നുകൊണ്ടാണ് കേൾക്കുന്നത്. ഇത് തിരുസുന്നത്തിന് ഘടകവിരുദ്ധമാണ്. ഇതൊരു സംസ്കാരമില്ലാത്ത ഏർപ്പാടാണ്. ഇതൊരു നല്ല മുഅ്മിനിന്റെ ശീലമോ ശൈലിയോ അല്ല. അതുകൊണ്ട് അങ്ങേരെ ഹദീസ് എനിക്ക് വേണ്ട എന്ന് ഇമാം മാലിക് റഹിമഹുല്ല തീരുമാനിക്കുകയാണ്. ഇതൊരു വലിയ തെറ്റാണോ? നമ്മുടെ കാഴ്ചപ്പാടിൽ ഇത് വലിയ തെറ്റൊന്നുമല്ല. നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും കാര്യം സംസാരിക്കാൻ ആരെങ്കിലും കടന്നു വരുമ്പോ, നമ്മുടെ കടയിലേക്കോ കമ്പനിയിലേക്കോ ഓഫീസിലേക്കോ ആളുകൾ വരുമ്പോ, എന്തേ വന്ന കാര്യം തിരക്കി അവർ ചോദിച്ചതിന് സമാധാനം പറഞ്ഞ് അങ്ങനെ തിരിച്ചുവിടുന്നത് സുന്നത്തിന് വിരുദ്ധമാണ്. അങ്ങനെ സുന്നത്തിന് വിരുദ്ധമായ ശൈലിയുള്ള ഒരാളുടെ ഹദീസ് എനിക്ക് വേണ്ട. സ്വഹാബത്ത് ഇതൊക്കെ വലിയ കുറ്റമായിട്ട്, അപരാധമായിട്ടാണ് കണ്ടത്. മഹാനായ ഇമാം അലി ഇബ്നു അബീ ത്വാലിബിൻ കറമല്ലാഹു വജ്ഹഹു തങ്ങൾ പറയുന്നുണ്ട്, മോനെ, ഇദാ അറത്ത അൻ തൻളുറ ഇലാ റജുലിൻ മിൻ അഹ്ലിന്നാർ, നരകത്തിലേക്ക് ദുന്യാവിൽ വെച്ച് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരാളെ നിനക്ക് കാണണോ? നരകാവകാശിയായ ഒരാളെ കാണണോ? അയാൾ നരകത്തിൽ തന്നെയാണ്. അങ്ങനെയുള്ള ഒരാളെ കാണാൻ നീ ഉദ്ദേശിക്കുന്ന പക്ഷം ഫൻളുർ ഇലാ റജുലിൻ ജാലിസിൻ വഹൗലഹു ഖൗമുൻ ഖിയാം, ജനങ്ങളുടെ സവിധത്തിൽ, ജനങ്ങളുടെ സഭയിൽ ഇരിക്കുന്ന മനുഷ്യനെ നീ നോക്കിക്കോ, അയാൾ നരകാവകാശിയാൻ. വഹൗലഹു ഖൗമുൻ ഖിയാം, അയാളുടെ ചാരത്ത് ജനങ്ങൾ നിൽക്കുകയാണ്. ഒന്നിരിക്കൂ എന്ന് പറയാനുള്ള മാന്യത കാണിക്കാത്ത മനുഷ്യൻ അഹങ്കാരിയാണ്. അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് ആ കണ്ടത്. അങ്ങനെയുള്ള മനുഷ്യൻ നരകവാസിയാണെന്നാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്.
ആ മഹാനായ സ്വഹാബി തന്റെ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ടു പഠിച്ചതാണത്. അതുകൊണ്ട് അത്രമാത്രം സൂക്ഷ്മതയായിരുന്നു നമ്മുടെ ഇമാമുകൾക്കൊക്കെ. മുഹദ്ദിസുകളും അങ്ങനെയാണ്. സഹീഹ് മുസ്ലിമിന്റെ രചയിതാവായ ഇമാം മുസ്ലിം റഹിമഹുല്ല ഒരു ഹദീസ് പണ്ഡിതനെ കുറിച്ച് കേട്ടു. അങ്ങകലെ ഒരു നാട്ടിൽ ഒരു ഹദീസ് പണ്ഡിതനുണ്ട്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇബ്നു മാജയും തുർമുദിയും ഒക്കെ ഹദീസ് പണ്ഡിതന്മാരെ അന്വേഷിച്ച് ചെന്ന് ഹദീസ് ശേഖരിക്കുകയായിരുന്നു. ഇമാം മുസ്ലിം റഹിമഹുല്ല ഒരു വലിയ ഹദീസ് പണ്ഡിതനെ കുറിച്ച് കേൾക്കാണ്. അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് സ്വീകരിച്ച് തന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്താൻ വേണ്ടി ആ നാട്ടിലേക്ക് യാത്ര പോവുകയാണ്. ആ നാട്ടിലേക്ക് യാത്ര പോയി അവിടെ ചെന്നെത്തിയപ്പോ വീട്ടുകാരനായ ഹദീസ് പണ്ഡിതൻ മണത്തറിഞ്ഞു, ഇക്കാലത്ത് ജീവിക്കുന്ന ഏറ്റവും വലിയ ഹദീസ് ക്രോഡീകരിക്കുന്ന പണ്ഡിതനായ മുസ്ലിം എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന വാർത്ത നേരത്തെ അയാൾ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ മുഹദ്ദിസായ, വലിയ ഹദീസ് ശേഖരിക്കുന്ന ഇമാമായ മുസ്ലിമിനെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം സൽക്കാരം ഒരുക്കുന്ന തിരക്കിലാണ്. ഇമാം മുസ്ലിം, സഹീഹ് മുസ്ലിമിന്റെ മുഅല്ലിഫായ മുസ്ലിം തങ്ങൾ ആ മുഹദ്ദിസിന്റെ ഹദീസ് പണ്ഡിതന്റെ വീടിന്റെ മുറ്റത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താ? ഒരു കാലിക്കൊട്ട, കാലിത്തീറ്റയില്ലാത്ത കാലിക്കൊട്ട കാണിച്ച് ആടിനെ വിളിക്കുകയാണ്. സാധാരണ ആടിന് ആ കൊട്ട കാണിക്കുമ്പോൾ അതിൽ ആടിന് ഭക്ഷിക്കാനുള്ള തീറ്റയുണ്ടാകും. ആടുകൾ ഓടി വന്ന് അതിൽ നിന്ന് അവരുടെ ആഹാരം കഴിക്കും. കാലിക്കൊട്ട കാണിച്ച്, അതിൽ കാലിത്തീറ്റയില്ല, കാലിക്കൊട്ട കാണിച്ച് ആടിനെ വിളിച്ചു. ആടോടി വന്നു, അതിന്റെ ചെവിക്ക് പിടിച്ച് അതിനെ അറുത്തു. എന്തിന്? ഇമാം മുസ്ലിം റഹിമഹുല്ലയെ സൽക്കരിക്കാനാണ് അദ്ദേഹം ഇത് ചെയ്തത്. ഇത് കണ്ട ഇമാം മുസ്ലിം റഹിമഹുല്ല പ്രതിജ്ഞയെടുത്തു, മിണ്ടാനാകാത്ത ആ മൃഗത്തോട് വഞ്ചന കാണിച്ച മനുഷ്യന്റെ ഹദീസും എനിക്ക് വേണ്ട, അയാളുടെ സൽക്കാരവും എനിക്ക് വേണ്ട. ഇമാം മുസ്ലിം റഹിമഹുല്ല തിരിച്ചു പോന്നു. ഇതാണ് നമ്മുടെ ഇമാമുകൾ. അവരൊക്കെ ലൈഫ് പറയുന്നവരാ, അവരൊക്കെ ദുർവ്യാഖ്യാനിക്കുന്നവരാ. ഖുർആനും ഹദീസും നമുക്ക് നോക്കിയിട്ട് അങ്ങോട്ട് ഗവേഷണം ചെയ്യാം എന്നാരെങ്കിലും ജൽപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദര, തെറ്റുപറ്റിയിരിക്കുന്നു. ഇവരൊക്കെ മുഹദ്ദിസുകളാണെങ്കിലും മുജ്തഹിദുകളാണെങ്കിലുമൊക്കെ വളരെയധികം സൂക്ഷ്മതകൾ പാലിച്ചുകൊണ്ടാണ് അവർ ഹദീസുകൾ ക്രോഡീകരിച്ചത്, മദ്ഹബുകൾ ക്രോഡീകരിച്ച് രേഖപ്പെടുത്തിയത്, ദീനിന്റെ വിധിവിലക്കുകൾ രേഖപ്പെടുത്തി വെച്ചത്. അതുകൊണ്ടാണ് സംശുദ്ധരായ ഈ ഇമാമുകളുടെ മാർഗം പിന്തുടരണം, അതിലൂടെയാണ് എനിക്കും നിങ്ങൾക്കും രക്ഷയുള്ളത് എന്ന് നമ്മുടെ ആലിമീകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രിയമുള്ളവരെ, അവർ ഗവേഷണം ചെയ്തു. അവർക്ക് ഗവേഷണത്തിനുള്ള അർഹതയും യോഗ്യതയും ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും റിസർച്ച് ചെയ്യാനുള്ള, ഗവേഷണം ചെയ്യാനുള്ള, ഇജ്തിഹാദ് ചെയ്യാനുള്ള യോഗ്യത അവർക്കുണ്ടായിരുന്നു. അവർ ചെയ്തു. യോഗ്യതയുള്ളവർ ഇജ്തിഹാദ് ചെയ്യാൻ അവരോട് റസൂലിന്റെ ആഹ്വാനവും പ്രോത്സാഹനവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടല്ലോ. എല്ലാം ഖുർആനിലും ഹദീസിലും ഉണ്ട്. എന്നാൽ പച്ചക്ക് എല്ലാവർക്കും നോക്കി അതിൽ നിന്ന് വിധിവിലക്കുകൾ കണ്ടെത്താൻ സാധിക്കില്ല. എല്ലാം ഉണ്ട്. തിബിയാനൻ ലികുല്ലി ഷൈ, അങ്ങനെയല്ലേ അള്ളാഹു ഖുർആനിനെ പരിചയപ്പെടുത്തിയത്? തിബിയാനൻ ലികുല്ലി ഷൈ, തിബിയാനൻ ലികുല്ലി ഷൈ. ഈ IT യുഗത്തിൽ, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗത്തിൽ അതേക്കുറിച്ചുള്ള പരാമർശവും ഉണ്ടാകണം. എന്തുകൊണ്ട്? തിബിയാനൻ ലികുല്ലി ഷൈ, എല്ലാ വസ്തുക്കളെ കുറിച്ചും വിവരണം ഈ വേദഗ്രന്ഥത്തിലുണ്ട് എന്ന് പറഞ്ഞത് ഖുർആൻ തന്നെയാണ്. പക്ഷേ എല്ലാം എല്ലാവർക്കും പച്ചക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എന്ത് നടക്കണം? ഗവേഷണം നടക്കണം, ഇജ്തിഹാദ് നടക്കണം. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗവേഷണം ചെയ്യാൻ സ്വഹാബത്തിനെ പ്രോത്സാഹിപ്പിച്ചു. ഇന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ അറാദ അൻ യബ്അസ മുആദൻ ഇലൽ യമൻ, മഹാനായ പ്രസിദ്ധ സ്വഹാബി മുആദ് റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി തങ്ങൾ മദീനയിൽ നിന്ന് യമനിലേക്ക്, സ്വൻആയിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്തിന്? ഗവർണറായിട്ട്, യമനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഗവർണറായിട്ട്
മുത്തുനബിക്ക് പ്രിയങ്കരനായ സ്വഹാബി, പ്രസിദ്ധനായ സ്വഹാബി മുആദ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ ഒരുങ്ങിയ വേളയിൽ ഹദീസിൽ കാണാം, അള്ളാന്റെ ഹബീബ് ഗവർണറായി ചുമതലയേൽക്കാൻ പോകുന്ന, മറ്റൊരു രാഷ്ട്രത്തിലേക്ക് ഗവർണറായി പോകുന്ന സ്വഹാബിയോട് ചോദിച്ചു, യാ മുആദ് കൈഫ തഖ്ലി ഇദാ അറള ലക ഖലാ. അല്ല മോനെ മുആദേ, നീ അവിടെ ശാപ്പാടടിക്കാൻ പോവല്ല, അവിടെ എന്തെങ്കിലും കേവലം കൂലിപ്പണിക്ക് പോവല്ല. ആ സമൂഹത്തിനെ നയിക്കാൻ, അവിടത്തെ മുസ്ലിമീങ്ങൾക്ക് നേതാവായി, അവിടത്തെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ദീനിയായ പരിഹാരം പറയാൻ വേണ്ടിയാണ് യമനിലേക്ക് മുആദേ താങ്കൾ പോകുന്നത്. കൈഫ തഖ്ലി ഇദാ അറള ലക ഖലാ. യമനിൽ താങ്കൾ ഗവർണറായി സേവനം ചെയ്യുന്നതിനിടയിൽ ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിലെത്തിയാൽ, ഒരു വിഷയം നിങ്ങളെ മുന്നിലെത്തിയാൽ, കൈഫ തഖ്ലി, താങ്കൾ എങ്ങനെയാണ് വിധിക്കുക? മുആദേ, നിങ്ങൾ യമനിലേക്ക് പോവല്ലേ ഗവർണറായിട്ട്, ഒരു പ്രശ്നം നിങ്ങളുടെ ബെഞ്ചിൽ വന്നാൽ കൈഫ തഖ്ലി, നിങ്ങൾ എങ്ങനെ വിധിക്കുക? എങ്ങനെയാണ് വിധി പറയാ? എങ്ങനെയാണ് തീരുമാനെടുക്കുക? സഹാബിയായ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഇതെന്തൊരു ചോദ്യാ? ഖാല അഖ്ലി ബി കിതാബില്ലാഹ്. എന്താ നബിയേ സംശയം? അവിടെ ഒരു വിധി ഇറക്കേണ്ട ഘട്ടം വന്നാൽ, എന്റെ ബെഞ്ചിലൊരു പ്രശ്നം വന്നാൽ, അഖ്ലി ബി കിതാബില്ലാഹ്, എല്ലാം വ്യക്തമാക്കി തന്ന അള്ളാന്റെ കിതാബ് നമ്മുടെ കയ്യിലില്ലേ ഹബീബേ? ആ ഖുർആൻ അടിസ്ഥാനത്തിൽ ഞാൻ വിധിക്കും നബിയേ. ഫഖാല റസൂലുള്ളാഹ്, മുത്തുനബി അടുത്ത ചോദ്യം ചോദിച്ചു, മുആദേ മോനെ, ഫഇല്ലം തജിദ് ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ അതിനുള്ള വിധി താങ്കൾക്ക് കാണാനായില്ലെങ്കിൽ. ആരാ ചോദിക്കുന്നത്? ഇവിടെ ചില ആളുകൾ ഇവിടെ കവലയിൽ നിന്ന് പറയുന്നുണ്ട്, ഖുർആനിലല്ലേ എല്ലാം ഉണ്ടല്ലോ, വലഖദ് യസ്സർനൽ ഖുർആൻ, ഏതു പടുമനുഷ്യനും നോക്കിയാൽ എന്തും കണ്ടെത്താൻ പറ്റുന്നതല്ലേ നമ്മുടെ ഖുർആൻ എന്ന് ചിലർ പറയുന്നത്. സമിഅ്തു ബി ഉദനയ്യ, ഒരിക്കൽ ഈവനിങ് വാക്കിനിറങ്ങിയപ്പോ, വൈകുന്നേരം നടക്കാനിറങ്ങിയപ്പോ ഈ സാധു എന്നെ ചെവികൊണ്ട് കേട്ടിട്ടുണ്ട്. ഒരു ഹയവാൻ പറയാ, എന്താ പറയുന്നത്? നമ്മുടെ ഖുർആനിൽ എന്തല്ലാത്ത എല്ലാം ഉണ്ട്, അതാർക്കും മനസ്സിലാകുന്ന തരത്തിലല്ലേ അള്ളാഹ് ഇറക്കിയത്. റസൂലുള്ളാഹി ഈ സ്വഹാബിയോട് പറയാണ്, യമനിൽ ചെന്ന് അള്ളാന്റെ കിതാബ് കൊണ്ട് വിധിക്കുന്ന നിങ്ങൾ പറഞ്ഞല്ലോ, ഫഇല്ലം തജിദ് ഫീ കിതാബില്ല, അള്ളാന്റെ കിതാബിൽ താങ്കൾ കണ്ടെത്തിയില്ലെങ്കിൽ, ഇല്ലെങ്കിൽ എന്നല്ല പറഞ്ഞത്, ഫഇല്ലം തജിദ്, താങ്കൾക്ക് കണ്ടെത്താനായില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ? ഫഖാല, ആ സ്വഹാബി പറഞ്ഞു, ഫബി സുന്നത്തി റസൂലില്ലാഹ്, എനിക്കെന്തിനാ ഭയം നബിയേ, ഞാൻ എന്തിനാ പേടിക്കുന്നത്? അപ്പോൾ അള്ളാന്റെ ഖുർആനിൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ, ആ ഖുർആന്റെ വിശദീകരണമായ തിരുനബിയുടെ സുന്നത്തനുസരിച്ച് ഞാൻ വിധിക്കുമല്ലോ നബിയേ. ഖുർആനിൽ ഞാൻ എൻ്റെ വിധി കണ്ടില്ലെങ്കിൽ ഞാൻ സുന്നത്ത്, റസൂലുള്ളാഹിന്റെ സുന്നത്തനുസരിച്ച് വിധിക്കും. ഫഖാല, ലോകത്തിന്റെ ഗുരു നമ്മുടെ മുത്തുനബി ആ സ്വഹാബിയോടൊപ്പം അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, മുആദേ, ഫഇല്ലം തജിദ് ഫീ സുന്നത്തി റസൂലില്ലാഹ് വലാ ഫീ കിതാബില്ലാഹ്, അള്ളാന്റെ കിതാബിലും എന്റെ സുന്നത്തിലും നിനക്ക് വിധിക്കാനുള്ള വിധിക്ക് വേണ്ട ഉത്തരം നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും മുആദേ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആരോടാ ചോദിക്കുന്നത്? റസൂലിന്റെ സഹവാസം കിട്ടിയ, പതിറ്റാണ്ടുകൾ ഒരുപാട് വർഷം മുത്തുനബിയുടെ കൂടെ നടന്നിട്ട്, മദീന പള്ളിയിലെ ജമാഅത്തുകളിൽ പങ്കെടുത്ത്, മുത്തുനബിയുടെ തിരുനാവിൽ നിന്ന് വിശുദ്ധ ദീനിന്റെ ഉലൂമുകൾ നേരിട്ട് ലൈവായി കേട്ട് പഠിച്ച പ്രസിദ്ധ സ്വഹാബി മുആദിനോടാ ചോദിക്കുന്നത്, അള്ളാന്റെ കിതാബിൽ നിന്നും എന്റെ സുന്നത്തിൽ നിന്നും നിങ്ങൾക്ക് വിധിക്കാനുള്ള മറുപടി കണ്ടെത്താനായില്ലെങ്കിൽ. എന്താ അതിന്ന് മനസ്സിലാകുന്നത്? സ്വഹാബികൾക്ക് പോലും കണ്ടെത്താൻ പറ്റാത്തതുണ്ടാകും. ഇതല്ലേ ബുദ്ധിയുള്ള ചോറ് തിന്നുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്? എല്ലാവർക്കും കണ്ടെത്താൻ പറ്റൂല. നിങ്ങൾക്ക് ഹദീസിൽ നിന്നും അള്ളാന്റെ കിതാബിൽ നിന്നും കണ്ടെത്താനായില്ലെങ്കിൽ പിന്നെ എന്താ നിങ്ങൾ ചെയ്യുക?
ഇന്നത്തെ പോലെ ആണെങ്കിൽ മൊബൈലിൽ വിളിക്കും നബിയെ ഞാൻ കുടുങ്ങിയപ്പ ഞാനൊക്കെ ഇപ്പം അങ്ങനെയല്ലേ. ഈ ഫറായിദ് എന്ന് പറഞ്ഞൊരു മസല ഉണ്ട്, അനന്തരാവകാശ നിയമം. വളരെ ടഫ് സബ്ജക്റ്റ് അത്. എൻ്റെ പിതാവ് ഒരു ബാക്കവിയാണ്. ഒരു 10-40 കൊല്ലം ഒരു പള്ളിയിൽ ഖാദിയായിട്ടൊക്കെ ജോലി ചെയ്ത ആളാണ് എൻ്റെ ഉപ്പ. എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞത്, ഇതേ ഉളു മുറിയുന്ന മസാലയൊക്കെ ചോദിച്ചാൽ ഫത്തുൽ മീൻ നോക്കിയിട്ടാണ് പറഞ്ഞു കൊടുത്തേക്ക്, കുഴപ്പമില്ല. പക്ഷേ സ്വത്ത് ഊരി വെക്കുന്ന മസാല വന്നാൽ ഉടനെ എന്നെ ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ ഉപ്പ, നീ നോക്കണം. നോക്കിയിട്ട് കിതാബിൽ നിന്ന് ഉത്തരം കണ്ടെത്തിയിട്ട് ഞാനുമായിട്ട് കൂടി ആലോചിച്ചാട്ടേ പറയാവൂ. കാരണം ഇതിൽ കുറച്ച് തഴക്കും പഴക്കമൊക്കെ വേണം, എന്നാലത് പറയാൻ പറ്റുള്ളൂ. എന്നാൽ തന്നെ ഇത്തരം വിഷയം വരുമ്പോൾ ഞാൻ ഈ വിനീതം ചെയ്യൽ അതാണ്. അറിവുള്ളവരോട് ചോദിക്കും, എടുത്തു ചാടിയിട്ട് വെറുതെ അലാക്കിൽ വീഴണ്ടല്ലോ. അപ്പോ അന്ന് യമനിൽ നിന്ന് മദീനയിലേക്ക് മൊബൈലിൽ വിളിക്കാൻ മാർഗമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മുആദ് എന്ന സഹാബി എന്താ പറയാ, അപ്പൊ വിളിക്കും, ഞാൻ ടെലിഫോൺ വിളിക്കും നബിയെ. അത് പറയാൻ വയ്യല്ലോ, അന്ന് ടെലിഫോൺ കണ്ടെത്താത്ത കാളവണ്ടിയുടെ ചക്രം കണ്ടിട്ടില്ല അന്ന്. അങ്ങനത്തെ കാലാണത്. എന്താ കിതാബിലും ഹദീസിലും സുന്നത്തിലും കണ്ടില്ലെങ്കിൽ എന്താ ചെയ്യാ മുആദേ? ഫഖാല, സഹാബി പറഞ്ഞു, യമനിലേക്ക് ഗവർണറാകാൻ പോകെ ഒരുങ്ങി നിൽക്കുന്ന സഹാബി പറഞ്ഞു, അജ്തഹിദു റഈ യാ റസൂലല്ലാഹ്. എന്റെ മുന്നിൽ വന്ന പ്രശ്നത്തിന് ഉത്തരം നേർക്കുനേരെ ഖുർആനിൽ എനിക്ക് കാണാനായില്ലെങ്കിൽ, അങ്ങയുടെ തിരുസുന്നത്തിൽ കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ, അജ്തഹിദു റഈ, ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും എനിക്ക് ലഭിച്ച അറിവ് കൊണ്ട് ഞാൻ ഗവേഷണം ചെയ്യും നബിയേ, ഞാൻ ഇജ്തിഹാദ് ചെയ്യും നബിയേ, എന്നിട്ടവരോട് മറുപടി പറയും നബിയേ, വിധി ഞാൻ പുറപ്പെടുവിക്കും നബിയേ. ഇത് കേട്ടപ്പോ ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അള്ളാന്റെ റസൂല് സന്തോഷം കൊണ്ട് ഫളറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വദ്റഹു, ഈ മുആദ് എന്ന സ്വഹാബിയുടെ നെഞ്ചത്ത് ഓമനിച്ചൊരു കൊട്ടുകൊട്ടിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ വഫഖ റസൂലില്ലാഹ് ലിമാ യർളാ ബിഹി റസൂലുള്ളാഹ്. അള്ളാന്റെ റസൂലിന് അള്ളാഹ് തൗഫീഖ് ചെയ്തു. അതാരാ? റസൂല് മുഹമ്മദ് നബിയാണ്. ആ റസൂലിന്റെ റസൂല് ദൂതനാരാ? ഈ മുന്നിൽ നിൽക്കുന്ന മുആദ്. അദ്ദേഹമല്ലേ റസൂലിന്റെ ദൂതനായിട്ട് യമനിലേക്ക് പോകാൻ ഒരുങ്ങി കുപ്പായിട്ട് നിൽക്കുന്നത്. റസൂലിന്റെ റസൂലിന് തൗഫീഖ് നൽകി. എന്തിന്? ലിമാ യർളാ ബിഹി റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂലായ എന്നെ സന്തോഷിപ്പിക്കുന്ന, അള്ളാന്റെ റസൂലായ മുഹമ്മദായ എന്നെ സന്തോഷിപ്പിക്കാൻ ഈ ദൂതന് പറ്റിയല്ലോ. കാരണം കറക്റ്റാണ് ആ മറുപടി. അറിയാത്ത കണ്ടെത്താത്ത വിഷയത്തിൽ ഇജ്തിഹാദ് ചെയ്യുക, ഗവേഷണം ചെയ്യുക. അങ്ങനെ ഗവേഷണം ചെയ്യുമ്പോൾ ആ ഗവേഷണത്തിൽ ശരിയായാൽ ഒരു കൂലി, ശരിയായാൽ 2 കൂലി. ഖുർആനിലും ഹദീസിലും ഒരു മതനിയമം, ഒരു പ്രശ്നത്തിന്റെ പ്രതിവിധി പച്ചക്ക് കാണാതിരിക്കുമ്പോൾ ഗവേഷണം ചെയ്യുക. ഗവേഷണം ചെയ്യുമ്പോൾ ഗവേഷണത്തിൽ ശരിയായാൽ 2 കൂലി, തെറ്റിപ്പോയാലോ 1 കൂലി. ആ ഗവേഷണത്തിൽ തെറ്റിയാൽ തന്നെ 1 കൂലിയാ. ഡോക്ടർ ചികിത്സിക്കും രോഗിയുടെ സുക്കട് മാറിയാലും മാറിയില്ലെങ്കിലും ഡോക്ടർക്ക് ഫീസ് കിട്ടൂലേ? കിട്ടും, കൊടുക്കണത് അല്ലേ? ശരിയായാൽ 2 നേട്ടം. ഈ രോഗിയുടെ ഒരു സംതൃപ്തിയും ഡോക്ടർക്ക് കിട്ടും അല്ലേ? അത് വലിയൊരു കാര്യമാണല്ലോ. ഈ സംതൃപ്തി പണത്തേക്കാൾ വലുതാണ്. കൂലി ഏതായാലും കിട്ടും. ഇതുപോലെ ഇതാരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിൽ കാണാം, ഇദാ ഹക്കമൽ ഹാകിമു ഫജ്തഹദ വഅസാബ, ഒരു ഗവേഷകൻ ഗവേഷണം ചെയ്തൊരു വിധി പുറപ്പെടുവിച്ചു, വഅസാബ, അതിൽ സത്യത്തോടുകൂടെ വിധി വന്നത്, യഥാർത്ഥത്തോട് യോജിക്കുന്ന വിധിയാണ് വന്നത്, ഫലഹു അജ്റാനി, അങ്ങനെ വിധി പുറപ്പെടുവിച്ച മുജ്തഹിദിന് 2 കൂലിയുണ്ട്. വഇദാ ഹകമ വജ്തഹദ വഅഖ്തഅ, ഒരു ഗവേഷകൻ ഗവേഷണത്തിന് ഖുർആനിലും ഹദീസിലും ഗവേഷണം ചെയ്യാൻ യോഗ്യതയുള്ള ഒരു ഇമാം ഗവേഷണം ചെയ്തു, വഅഖ്തഅ, തെറ്റിപ്പോയി, ഗവേഷണത്തിൽ തെറ്റിപ്പോയി, എന്നാൽ ഫലഹു അജ്റുൻ വാഹിദുൻ, തെറ്റിയാലും ആ മുജ്തഹിദിന് 1 കൂലിയുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി റവാഹുൽ ബുഖാരി വ മുസ്ലിം. അപ്പോൾ ഖുർആനും ഹദീസും വെച്ച് ഗവേഷണം ചെയ്യുക. ഗവേഷണം ചെയ്ത് ശരിയായാൽ 2 കൂലി, തെറ്റിപ്പോയാലോ 1 കൂലി. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരും തീരുമാനം എടുക്കണ്ട, ഇത് ലാഭ കച്ചവടമാണല്ലോ. തെറ്റിയാലും 1 കൂലില്ലേ?
ശരിയായാലും ഇരട്ട കൂലിയാണ്. എന്നാൽ നമുക്കൊന്ന് നോക്കിക്കളയാം. മുസാഫ് എടുത്തിട്ട് മറിക്കുക. മറിച്ചാലും ഇപ്പൊ ഇത് തിരിയില്ലല്ലോ, ഇത് നമ്മളെ ഭാഷയല്ലല്ലോ. മലയാളത്തിൽ ഇമ്മിണി പരിഭാഷകൾ വന്നിട്ടുണ്ടല്ലോ, ഒത്തിരി പരിഭാഷകൾ വന്നിട്ടുണ്ടല്ലോ. അതിങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ഇങ്ങോട്ട് ഗവേഷണം നടത്തുക. തെറ്റിയാൽ എന്താ, ഒരു കൂലി ഉണ്ടെന്നല്ലേ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലുള്ളത്. നമുക്ക് നോക്കുക, എന്നാരും തീരുമാനിക്കണ്ട. കാരണം എന്താ ഈ മുത്തഫഖുൻ അലൈഹിയായ ഹദീസിന്റെ ആശയം ഇമാം മുസ്ലിം റഹിമഹുല്ല ശറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്. ഇതിന്റെ അർത്ഥം നേർക്കുനേരെ ഹദീസിന് അർത്ഥം വെച്ച് പോകാൻ പറ്റൂല. അതാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത്. ഈ ഹദീസിന്റെ ആശയം ഇമാം നവവി റഹിമഹുല്ല ശറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്. ഖാലൽ ഉലമാഉ അജ്മഅൽ മുസ്ലിമൂന അലാ അന്ന ഹാദൽ ഹദീസ ഫീ ഹാകിമിൻ ആലിമിൻ. ഈ ഹദീസ് ആരെക്കുറിച്ചാ പറഞ്ഞത്? ഇജ്തിഹാദിന് യോഗ്യതയുള്ള, അതിനു വേണ്ട ക്വാളിഫിക്കേഷൻ എല്ലാം ഉള്ള ഇമാമുകളോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇത് പറഞ്ഞത്. അല്ലാതെ എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള പടുമനുഷ്യന്മാരോടല്ല. ആരാത് പറയുന്നത്? ഇമാം നവവി. ഈ ഹദീസിന്റെ ആശയം വിശദീകരിക്കുക. ഇജ്തിഹാദിൽ ശരിയായ 2 കൂലി, തെറ്റിയാൽ പിഴച്ചാൽ 1 കൂലി എന്ന് പറയുന്നത് ഫീ ഹാകിമിൻ ആലിമിൻ, അവഗാഹമുള്ള ജ്ഞാനമുള്ള വിധികർത്താവിന്റെ കാര്യത്തിലാണ്. ഫലഹു അജ്റാനി ഇൻ അസാബാ ഫലഹു അജ്റാനി അജ്റും ബി ഇജ്തിഹാദിഹി വ അജ്റും ബി ഇസാബത്തിഹി. അങ്ങനെയുള്ള ഇമാം ഇജ്തിഹാദ് ചെയ്യുമ്പോൾ ഇജ്തിഹാദ് എന്ന അധ്വാനത്തിന് 1 കൂലി, ശരി കണ്ടെത്തിയതിന് 2ാമത്തെ കൂലി. വ ഇൻ അഖ്തഅ ഫലഹു അജ്റും ബി ഇജ്തിഹാദിഹി, പഴിച്ചു പോയാൽ തന്നെ ഖുർആനും ഹദീസും എടുത്തു വെച്ച് അധ്വാനിച്ചല്ലോ, ആ അധ്വാനത്തിനുള്ള കൂലി ഇമാമിന് കിട്ടും. എന്നാൽ വ അമ്മാമൻ ലൈസ ബി അഹ്ലിൽ ലിൽ ഹുക്മി, ഗവേഷണത്തിന് യോഗ്യതയില്ലാത്ത മനുഷ്യൻ, വിധി പറയാൻ അർഹതയില്ലാത്ത മനുഷ്യൻ, മതവിധികൾ പ്രഖ്യാപിക്കാൻ യോഗ്യതയില്ലാത്ത മനുഷ്യൻ, ഫലാ യഹില്ലു ലഹുൽ ഹുക്മു, അങ്ങനത്തെ ആളുകൾക്ക് ഖുർആൻ ഗവേഷണം ചെയ്യാൻ, ഹദീസ് ഗവേഷണം ചെയ്യാൻ പാടില്ല, തന്നെ അനുവദനീയമല്ല. ഫഇൻ ഹകമ, എന്നെപ്പോലെ നിങ്ങളെപ്പോലത്തെ സാധാരണക്കാർ ഖുർആനും ഹദീസും വെച്ച് ഗവേഷണം ചെയ്താൽ ഫലാ അജ്റ ലഹു, കൂലി കിട്ടൂല എന്ന് മാത്രമല്ല, ബൽ ഹുവ ആസിമുൻ, അത് കുറ്റം കിട്ടുന്ന കാര്യമാണ്. സവാഉൻ വാഫഖൽ ഹഖ അം ലാ, ചിലപ്പോ ഞാനും നിങ്ങളും ഖുർആൻ എടുത്തു വെച്ച് ഗവേഷണം നടത്തുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് ശരിയാവും. ചക്കയിട്ടപ്പോൾ മുയലിനെ കിട്ടി എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ ശരിയാവും. നമ്മൾ കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ചൊരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യം തലയിൽ കടന്ന് കളിക്കുക. എന്നാ മൊയ്ലിയർ പറഞ്ഞു എല്ലാം ഖുർആനിലുണ്ട് എന്നാണല്ലോ, നമുക്ക് ഈ പരിഭാഷ എടുത്തു വെച്ച് ഈ കമ്പ്യൂട്ടറിനെ കുറിച്ച് എന്താ ഇതിനൊരു ഉത്തരം പറയുന്നു നോക്കിയപ്പോൾ അങ്ങോട്ട് കണ്ടപ്പോൾ അത് ശരിയായിരുന്നു, എന്നാലും പിഴവാണ്. ഏതുപോലെ വ്യാജ ഡോക്ടർ പനിക്ക് മരുന്ന് കൊടുത്തപ്പോൾ ചിലപ്പോൾ സുഖമായിട്ടുണ്ടാവും, രോഗിക്ക് സുഖമായിട്ടുണ്ടാവും, എന്നാലും അത് തെറ്റല്ലേ? വ്യാജ ഡോക്ടർ ട്രീറ്റ് ചെയ്തപ്പോൾ രോഗിക്കാണ് സുഖമായി, ആ പണി ശരിയാണോ? ആരെങ്കിലും അംഗീകരിക്കോ? പോലീസ് പിടിച്ച് കൂട്ടിലിടുക അയാളെ. ഒരുപാട് രോഗികൾക്ക് സുഖം കിട്ടിയിട്ടുണ്ടല്ലോ, ശമനം കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ അല്ലേ, അതാ നോട്ടം. സവാഉൻ വാഫഖൽ ഹഖ അം ലാ. എന്നിട്ട് ഇമാം മുസ്ലിം റഹിമഹുല്ല പറയാണ്, മോനെ നീ ഖുർആൻ എടുത്ത് ഗവേഷണം ചെയ്ത് ശരിയായാൽ തന്നെ നിനക്കതിന് യോഗ്യതയില്ലെങ്കിൽ നീ നരകത്തിലേക്കാ പോവാ. വഖദ് ജാഅ ഫിൽ ഹദീസി, ഹദീസിൽ വന്നിട്ടുണ്ട്, നമ്മുടെ നേതാവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, തോന്നും വിധത്തിലൊന്നും ഗവേഷണവും ഫത്വയും വിധിയും പുറപ്പെടുവിക്കാൻ പറ്റൂല. എന്താ നമ്മുടെ നേതാവ് പഠിപ്പിച്ച ഹദീസ്? അൽ ഖുലാത്തു സലാസത്തുൻ, ഖാലിയമാര് 3 ഐറ്റംസാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ, ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ അള്ളാന്റെ റസൂല് പറയുന്നു ഖാലിയമാര് 3 തരാണ്. ഇന്നിപ്പോ 3 തരമൊന്നും അല്ല കേട്ടോ. മഹല്ല് ഖാലി, പഞ്ചായത്ത് ഖാലി, ജില്ലാ ഖാലി, ഓൾ ഇന്ത്യ ഖാലി, ഇന്റർനാഷണൽ ഖാലി. ഇതൊന്നും ഈ ഖാലി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടത്തിലെ ജഡ്ജിയാണ് ഖാലി. എന്നതില്ല എന്ന് സൗദി അറേബ്യയിലൊക്കെ ഉണ്ടാവും ഖാലിമാര്, മുത്തവന്മാര്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനത്തെ ഖാലി ഇല്ല. പിന്നെ ഉള്ള ഖാലി ഏതാ? ലറൂറത്തിന്റെ ഖാലി എന്നാ. എന്താ? അത്യാവശ്യം വരുമ്പോൾ വലിയില്ലാത്തൊരു പെൺകുട്ടിനെ കൈ പിടിച്ച് കെട്ടിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അല്ലേ? അങ്ങനെയുള്ള മാസ് ഉറപ്പിക്കുന്ന ഇതൊക്കെയാണ്. ഇങ്ങനെ ലറൂറത്തിന്റെ ഖാലി, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പ്രയോഗിക്കേണ്ട ഖാലിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളൂ. ഈ ഖാലിയെ തന്നെ നിയമിക്കുമ്പോൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിന് നിയമാവലി പറഞ്ഞിട്ടുണ്ട്.
കുപ്പായ ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് വരും, എന്നിട്ട് പറയാം ഞാനാടോ എറണാകുളം ജില്ലാ കാളി. അത് ശരിയാവൂല. എത്ര കാളിമാര്, എക്ക് ഒരു കാളി, ബിക്ക് വേറെ കാളി, സിക്ക് വേറെ കാളി. എന്നിട്ട് എന്റെ കാളി മാസം കണ്ടവനെ പിടിച്ചുകൊണ്ടിട്ട് ആദ്യം കെട്ട് പുറപ്പെടിക്കുകയാണ്. ബീന്റെ കാലിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടൂല. അയാൾ പ്രഖ്യാപിക്കണ്ട, ഞാൻ പ്രഖ്യാപിച്ചാൽ മതി. ഇങ്ങനെ പലതരം കാളി ഇന്നുണ്ട്. റസൂലുള്ള പറഞ്ഞു 3 ഐറ്റംസ് ആ കാളിയന്മാര്. അൽ ഖുലാത്തു സലാസത്തുൻ, മതവിധികൾ പറയുന്ന, സമൂഹത്തോട് ദീനിന്റെ വിഷയങ്ങൾ ഉദ്ധരിക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന കാളിമാർ 3 കാലിം ഫിൽ ജന്ന, ഒരു കാളിയേര് സ്വർഗത്തില്, വഖാലിയാനി ഫിന്നാർ, 2 ഐറ്റംസ് കാളിയന്മാര് നരകത്തിലേക്കാണ്. ഖാല റസൂലുള്ളാഹി. ഒരു കാളി സ്വർഗത്തിക്ക്, 2 കാളിയന്മാര് നരകത്തിലേക്ക്. ഒരു കാളി സ്വർഗത്തിൽ. അതേതാ കാളി? റജുലുൻ അലിമൽ ഹഖ, സത്യമറിയും, ഖുർആൻ അറിയും, ഹദീസ് അറിയും, തഫ്സീറുകൾ അറിയും, ദീനിനെ കുറിച്ച് അവഗാഹമുണ്ട്. വഖലാ ബിഹി, ആ സത്യമനുസരിച്ച് വിധിക്കുകയും ചെയ്ത കാളിയാർ ഫഹുവ ഫിൽ ജന്ന, ഇങ്ങനത്തെ കാളിമാർ സ്വർഗത്തിലാണ്. പിന്നെ 2 കാളിമാർ നരകത്തിലുണ്ട്. അവരാരാ? വറജുലുൻ ഹകമ അലാ ജഹിലിൻ, വിവരക്കേട് വിധിക്കുന്ന കാളിമാർ, അജ്ഞത കൊണ്ട് വിധി പറയുന്ന കാളിമാർ, വിവരമില്ലാതെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മതവിധികൾ പറയുന്ന കാളിമാർ, ഫഹുവ ഫിന്നാർ, അത്തരം കാളിമാർ നരകത്തിലാണ്. വറജുലുൻ അലിമൽ ഹഖ, വേറെ ചില കാളിമാർക്ക് സത്യമറിയാ, വഖലാ ബിഖിലാഫിഹി, സത്യത്തിന്റെ ഓപ്പോസിറ്റാണ് അവർ വിധിക്കുന്നത്. കാരണം എന്താ? കിട്ടിയിട്ടുണ്ട് 10,000ന്റെ കെട്ട്. ഇതിങ്ങട്ട് കയ്യിൽ വന്നപ്പോ വിധി അറിയാമെങ്കിലും അതൊരു തീലണ്ടല്ല ഉള്ളിലൂടെ, കാലതാണെങ്കിലും ഇങ്ങനൊരു തീല. ഒരു ഇമാമ് ഓലക്കൊടി എന്ന കിതാബിൽ ഈർക്കിളി എന്ന ഹോജ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയലുണ്ട് മലപ്പുറം ജില്ലയിൽ. ഒരു തെളിവില്ലെങ്കിൽ ഒരു തീലണ്ടല്ലോ, അതനുസരിച്ച് 10,000ന്റെ കെട്ടിട്ടിയപ്പോ അപ്പൊരു വിധി. ഫഹുവ ഫിന്നാർ, അവൻ നരകത്തിലെ കാളിയാണെന്ന് ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് ആരും നരകത്തിലെ കാളിപ്പണി എടുക്കണ്ട, നമുക്ക് സ്വർഗത്തിന്റെ കാളിപ്പണി മതിയല്ലോ. അതുകൊണ്ട് ഖലാ അതൊരു വലിയ സംഭവമാണ്. മുജ്തഹിദിന് ഒരുപാട് യോഗ്യത ഉണ്ട്. തോന്നുന്നവർക്കൊക്കെപ്പാടെ കൂടിയിട്ട് കാലിയാകാനോ വിധി പറയാനോ ഗവേഷണം നടത്താനോ ഉള്ള പെർമിഷൻ അള്ളാഹുവോ റസൂലോ ഇവിടെ കൊടുത്തിട്ടില്ല. അതിന് യോഗ്യത ഉണ്ട്. എന്താ യോഗ്യത? ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലെ പ്രധാനപ്പെട്ടതേതാ? ഖുർആനും സുന്നത്തും തന്നെ. ദീനിന്റെ പ്രമാണങ്ങളിൽ പ്രധാനമായതേതാ? ഖുർആനും സുന്നത്തും തന്നെ ആണ്. ഇതാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങൾ, അല്ലേ? ഖുർആന്, സുന്നത്ത്, ഇത് രണ്ടും അറബി ഭാഷയിലാണ്. തർക്കല്ലല്ലോ, രണ്ടും അറബി ഭാഷയിലാണ്. വെറും അറബി ഭാഷയിലല്ല, വെറും അറബിയല്ല. ഇപ്പൊ മലപ്പുറത്ത് വെച്ച് കഴിഞ്ഞ ആഴ്ച ഞാനൊരു അറബിനെ കണ്ടു. അപ്പൊ തലയിൽ തൊപ്പിയൊക്കെ കണ്ടപ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ഞാൻ വഅലൈക്കും അസ്സലാം, ഐന വതനുക്? സഊദി, അന സഊദി, എന്നോട് പറഞ്ഞു ഞാൻ സൗദിയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ സംസാരിച്ച് നോക്കുമ്പോൾ ഈ ചങ്ങായിനോട് എനിക്ക് മിണ്ടാൻ പറ്റണില്ല, എനിക്ക് തിരിയുന്നില്ല. ഒരു ജാതി ചേമ്പത്ത് വായിലിട്ടതുപോലുള്ള അറബി. ഞാൻ പറഞ്ഞു അന അതകല്ലമു ബിൽ ലുഗത്തിൽ ഫസീഹ്, ഞാൻ ഖുർആന്റെ ഹദീസിന്റെ അറബി എനിക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഇങ്ങനെ കണ്ണിലേക്ക് ചിരിക്കുക. ഇമ്മാതിരി അറബിയല്ല, അറബി തന്നെ പലതരണ്ട്. ഖുർആനും ഹദീസും അറബ് ഭാഷയിലാണ്, വെറും അറബിയല്ല. അത് കൊളോക്കിയൽ ലാംഗ്വേജ്, അവരൊക്കെ സംസാര ഭാഷ. എന്നാൽ ഞാൻ പറയുന്നത് അയാൾക്ക് തിരിയുന്നുണ്ട്, അയാൾ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം. വെറും ഖുർആനും ഹദീസും നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങൾ അറബാണ്, വെറും അറബല്ല. ഖുർആന്റെ ഭാഷ എന്താണ്? സാഹിത്യത്തിലും അലങ്കാര ശാസ്ത്രത്തിലും മനുഷ്യ കഴിവിന് അതീതമായ ഭാഷയാണ് അള്ളാഹു ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത്, അല്ലേ? ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഖുർആനും ഹദീസും എവിടുന്നാ വന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവിൽ നിന്ന്, അല്ലേ? എങ്ങനെ ചിലത് ഖുർആനും ചിലത് ഹദീസും ആയത്? എങ്ങനെയത്? വഹയിലൂടെ കിട്ടിയത് ഖുർആന്, അല്ലാതെ നബി അങ്ങനെ പറഞ്ഞത് ഹദീസ്. അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ എന്ന് നജ്മ് സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു പറഞ്ഞില്ലേ? എന്റെ റസൂൽ ഉണ്ടല്ലോ, എന്റെ ഹബീബായ മുഹമ്മദ് ഉണ്ടല്ലോ, തന്നിഷ്ടപ്രകാരം ഒന്നും മിണ്ടൂല എന്നാ പറഞ്ഞത് ഖുർആൻ. വമാ യന്തിഖു അനിൽ ഹവാ, തന്നിച്ഛപ്രകാരം തന്നിഷ്ടപ്രകാരം ഒരു വാക്കും മൊഴിയൂല എന്റെ റസൂല്. ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ, വഹയിന്റെ പിൻബലമില്ലാതെ എന്റെ റസൂല് സംസാരിക്കൂല, ദീനീ കാര്യം പറയൂല എന്ന് ഖുർആൻ അല്ലാഹു പറയുന്നു. അപ്പൊ എന്താ ഈ ഖുർആനും ഹദീസും തമ്മിലുള്ള മാറ്റം?
എന്താ മാറ്റം? ഒക്കെ റസൂലുള്ളാന്റെ തിരുനാവിൽ നിന്ന് വന്നതാണ്. ചിലത് ഖുർആനായി, ചിലത് ഹദീസായി. ഇതെങ്ങനെ മാറ്റം? അള്ള പറയുന്നു എന്ന് പറയുന്നത് ഖുർആന്, അല്ലാതെ പറയുന്ന ഹദീസ് എന്ന് പറഞ്ഞാൽ ഖുദുസിയായ ഹദീസ് ഉണ്ട്. ഖാലല്ലാ എന്ന് പറഞ്ഞിട്ട് അള്ള പറയുന്നുണ്ട് എന്ന് പറഞ്ഞ ചില വാക്യങ്ങൾ അത് ഖുദുസി ഹദീസ് എന്നാ. അപ്പൊ അതും പറ്റൂല. ഇതെങ്ങനെ തീരുമാനിക്കുക? ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇഅ്ജാസ് ഉണ്ട്. ഖുർആനിന്റെ ഭാഷക്കും ആശയങ്ങൾക്കും അമാനുഷികതയുണ്ട്. ഖുർആന്റെ ഭാഷക്കും പ്രയോഗങ്ങളിലും അമാനുഷികതയുണ്ട്, മുഅ്ജിസത്തുണ്ട്. ഹദീസിന് അതില്ല. അത് ഇൻസാനിയായ ഹാലിൽ സൂഫികൾ പറയുന്നത് ജലാലിയത്തിന്റെ ഹാലിൽ റസൂലുള്ള പറയുന്നത് ഖുർആനും, ജമാലിയത്തിന്റെ ഹാലിൽ പറയുന്നത് ഹദീസും. അന്ന് വിശദീകരിക്കാൻ ഞാൻ യോഗ്യനല്ല. നമുക്ക് തിരിയുന്ന ഏതാ? ഇഅ്ജാസ് ഉണ്ട്, അമാനുഷികതയുള്ള വചനങ്ങൾ ഖുർആനാണ്. മനുഷ്യന് കഴിയൂല. മനുഷ്യന് കഴിയാത്ത ഭാഷയാണ് ഖുർആനിൽ അല്ലാഹു പ്രയോഗിച്ചത്. ഹദീസോ നിരക്ഷരരായ അക്ഷരാഭ്യാസമില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു അറേബ്യയിലെ ഏറ്റവും വലിയ സാഹിത്യകാരനാക്കി. അവിടുത്തെ വാക്കുകളാണല്ലോ ഹദീസ്, അല്ലേ? അപ്പൊ ഖുർആനും ഹദീസും എന്ന് പറഞ്ഞ സാഹിത്യത്തിന്റെ അത്യുന്നതങ്ങളാണ്. ഈ ഖുർആനിലും ഹദീസിലും ഗവേഷണം ചെയ്യുന്ന ഗവേഷകനായ മനുഷ്യന് ഭാഷയുടെ എല്ലാ തലങ്ങളിലും അവഗാഹം വേണ്ടേ? ഭാഷയുടെ, അറബ് ഭാഷയുടെ, സാഹിത്യ ഭാഗങ്ങളുടെ എല്ലാ മേഖലയിലും തികഞ്ഞ ജ്ഞാനം വേണം. നഹ്വ് അറിയണം, സർഫ് അറിയണം, ഇൽമുൽ മആനി, ഇൽമുൽ ബയാൻ, ഇൽമുൽ ബദീഅ്, ഇതൊക്കെ ഭാഷയെക്കുറിച്ച് പറയുന്ന ഇൽമുകളാണ്. അതിപ്പോ എന്താന്ന് ഇപ്പൊ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ പള്ളി ദർസിലോ കോളേജിലോ ശരീഅത്ത് കോളേജിലൊക്കെ പോയി പഠിക്കണം. ഭാഷ പഠിക്കുന്ന വിജ്ഞാന ശാഖകളാണ് ഇതൊക്കെ. ഇതറിഞ്ഞാലാണ് ഖുർആന്റെ ആശയം തിരിയുള്ളൂ. അറബ് ഭാഷയിൽ ഫാഇലിന്റെ ഇറാബ് റഫ്ആണെന്ന് പോലും പഠിക്കാത്ത സാധു യുവാവാണ് ഇന്ന് ഖുർആൻ ഗവേഷണത്തിനിറങ്ങിയത്. വല്ലാത്ത വിരോധാഭാസം. ഇതിപ്പം എനിക്കും നിങ്ങൾക്കും തിരിയില്ലേ? ഖുർആൻ റിസർച്ച് ചെയ്യാൻ അറബ് ഭാഷയിൽ അവഗാഹം വേണമെന്നുള്ള മിനിമം അറിവ് നിങ്ങൾക്കിത് പറയുമ്പോൾ തിരിയുന്നില്ലേ? ഭാഷ ഖുർആൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആനിൽ മതവിധികൾ പറയുന്ന ആയത്തുകൾ 500 ചില പണ്ഡിതന്മാർ. ഹദീസുകൾ മൊത്തം പരിശോധിക്കുമ്പോൾ മതവിധികൾ പറയുന്ന ഹദീസുകൾ 3500 ചില പണ്ഡിതന്മാർ. 6000 ചില്ലറ ആയത്തില്ല ഖുർആനില്. ഇതിൽ മതവിധി പറയുന്ന ആയത്തുകൾ 500. ഹദീസ് മൊത്തം 10,000 ഹദീസ്. അപ്പൊ ഇന്ന് കിട്ടുക 1,00,000 തികയൂല. ഇന്ന് കിട്ടുന്ന ഹദീസൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മതവിധികൾ പറയുന്ന ഹദീസുകൾ 3500 ഉള്ളൂ. ഇത് ചില പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ല തുഹ്ഫയിൽ പറയുന്നു, അങ്ങനെ 500-ലും 3500-ലും പരിമിതപ്പെടുത്താൻ ഒതുക്കാൻ പറ്റൂല. കാരണം ചില ആയത്തുകൾ കഥ പറയുന്ന ആയത്തായിരിക്കും, മുൻകാല ജനതയുടെ ചരിത്രം വിവരിക്കുന്ന ആയത്തായിരിക്കും, ചിലപ്പോൾ ഉപമകൾ പറയുന്ന ആയത്തായിരിക്കും. ഭാഷയിൽ അവഗാഹമുള്ള സാഹിത്യത്തിന്റെ നിറകുടങ്ങളായ മുജ്തഹിദുകൾക്ക് ഈ കഥകളിൽ നിന്നും ഉപമകളിൽ നിന്നും മതവിധികൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് ഇബ്നു ഹജർ റഹിമഹുല്ല തുഹ്ഫയിൽ പറയുന്നുണ്ട്. അപ്പൊ മുജ്തഹിദാകണമെങ്കിൽ മിനിമം യോഗ്യത അറബ് ഭാഷയിൽ അവഗാഹം, പരന്ന അറിവ് വേണം. ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത്ത ഫഅൽന പണ്ട് 7ാം ക്ലാസ്സിൽ നിന്ന് ഞാനും പിടിച്ചിട്ടുണ്ട്, എനിക്കും അറിയും അറബി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ തികഞ്ഞ അവഗാഹം വേണം. പോരാ, ആയത്തുകളുടെയും ഹദീസുകളുടെയും അവതരണ പശ്ചാത്തലം അറിയണം, അല്ലെങ്കിൽ അബദ്ധത്തിന്റെ പടുകുഴിയിൽ ചെന്ന് വീഴും. ഈ ഒരായത്ത് ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ഇത് എപ്പോൾ ഇറങ്ങി, ഏത് സാഹചര്യത്തിൽ അവതരിച്ചു എന്നറിയണം. ഇല്ലെങ്കിൽ അബദ്ധത്തിൽ വീഴും. ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. സൂറത്ത് മാഇദയുടെ 93-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ലൈസ അലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ജുനാഹുൻ ഫീമാ തുഇമൂ ഇദാ മത്തഖൗ വആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. എന്താ അല്ലാഹു പറഞ്ഞത്? മാഇദയുടെ 93-ൽ എന്താ പറഞ്ഞത്? ഈമാനും സൽക്കർമ്മവുമുള്ള ആളുകൾ ഭക്ഷിച്ചതിന്റെ കഴിച്ചതിന്റെ പേരിൽ അവർക്ക് കുറ്റമില്ല. ഈമാനും സ്വാലിഹായ അമലുമുള്ള ആളുകൾ എന്തൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് കുറ്റമില്ല. മനസ്സിലായില്ലേ? നേരെ ആയത്തിന്റെ അർത്ഥം ലൈസ അലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി, ഈമാനും സൽക്കർമ്മങ്ങളും ഉള്ളവർക്ക് ഇല്ല, ജുനാഹുൻ കുറ്റമില്ല.
കുറ്റം ഇല്ല. എന്തില്? ഫീമാ തുഇമു, അവർ കഴിച്ചതിൽ കുറ്റമില്ല. ഇദാ മത്തഖൗ വആമനു വഅമിലുസ് സാലിഹാത്ത്, തഖ്വയും ഈമാനും അമലുസ് സാലിഹാത്തും അവർക്കുണ്ടെങ്കിൽ അവർ കഴിച്ചതിലൊന്നും ഭക്ഷിച്ചതിലൊന്നിലും കുറ്റല്ല. അപ്പൊ കള്ള് കുടിച്ചാ കുറ്റല്ല, പന്നി ഇറച്ചി തിന്നാ കുറ്റല്ല. ഈ ആയത്തിന്റെ ബാഹ്യാർത്ഥം അങ്ങനെയാണേ. എന്താ അല്ലാഹ് പറഞ്ഞത്? ഈമാനും അമലുസ് സാലിഹാത്തും ഉള്ളവർക്ക് കുറ്റമില്ല, അവർ കഴിച്ചതിൽ കുറ്റല്ല എന്നാ അല്ലാഹു പറഞ്ഞത്. ഈ ആയത്ത് മാത്രം ഓതി ഇതിന് വിശദീകരണമായിട്ടൊരു ഹദീസ് ഓതി. ഏതാ ഹദീസ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന വ ഇൻ സനാ വ ഇൻ സറഖ. സ്വഹീഹായ ഹദീസാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ സ്വർഗത്തിലാണ്, അവൻ വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും ശരി. സ്വഹീഹായ ഹദീസാണ്. ഈ ആയത്തിന് വിശദീകരണം കണ്ടോ എന്നും പറഞ്ഞിട്ട് എനിക്ക് ഈമാനും ഉണ്ട്, ഞാൻ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, ഹജ്ജിന് പോയിട്ടുണ്ട്, ഉംറക്കും പോയിട്ടുണ്ട്, കുഴപ്പമില്ല, അടിക്ക, ആയത്ത് തെളിവുണ്ട്. ബാഹ്യാർത്ഥം അങ്ങനെ തന്നെയാണ് ബാഹ്യാർത്ഥം. എന്നാ എന്താ ഇതിന്റെ അവതരണ പശ്ചാത്തലം അറിയുമ്പോഴേ തിരിയുള്ളൂ ഇതിന്റെ ആശയം. എന്താ അവതരണ പശ്ചാത്തലം? കള്ളുടിച്ചിൽ കുഴപ്പമില്ല എന്ന് തന്നെയാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത്. എന്താ പറയുന്നത്? കള്ളു, ഈമാനും തഖ്വയുള്ള ആളുകൾ കള്ളു കുടിച്ചതിൽ കുഴപ്പമില്ല. അതെന്നെ. എങ്ങനെ? വിശുദ്ധ ഇസ്ലാമിന്റെ പ്രഖ്യാപനം വന്നു, കള്ളുകുടി പൂർണ്ണമായി വിലക്കിക്കൊണ്ടുള്ള വചനം ഇറങ്ങി. മാത്രമല്ല, റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, ഇത് പിശാചിന്റെ മൂത്രമാണ് ഈ മദ്യമെന്ന് പറഞ്ഞാൽ, അവന്റെ കുതന്ത്രങ്ങളുടെ മാലിന്യമാണ് മദ്യമെന്ന് പറഞ്ഞാൽ, ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, വിജയം വേണോ എല്ലാവരും കള്ളുകുടി നിർത്തിക്കോളൂ. ഈ പ്രഖ്യാപനം വന്നപ്പോ, ഖണ്ഡിതമായി മദ്യം നിരോധിക്കപ്പെട്ടപ്പോ സഹാബത്ത് പേടിച്ചു. എന്താ സഹാബത്തിന്റെ പേടി? പടച്ചോനെ, ഞങ്ങളൊക്കെ ഈ സാധനം ടാങ്കിനകത്ത് ഫുള്ളാക്കിയവരാ. അവരെ സാഹചര്യം അതായിരുന്നു. മദീനയിൽ വന്നിട്ട് ബദർ യുദ്ധം കഴിഞ്ഞിട്ട് പോലും മുത്ത് റസൂലിന്റെ കൊച്ചാപ്പ ഹംസ റളിയല്ലാഹു അൻഹു മദ്യപിച്ചത് ഹദീസിൽ കാണാം. ഹിജറ കഴിഞ്ഞിട്ട്, ബദർ യുദ്ധം കഴിഞ്ഞിട്ട്, ഉഹുദിന്റെ മുമ്പ് ഉഹുദിൽ പോയല്ലോ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, ഷഹീദായല്ലോ. അപ്പൊ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് പോലും കള്ളുടിച്ചിട്ടുണ്ടെന്നാ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ സഹാബത്തിന് ഇത് പിശാചിന്റെ മൂത്രാന്നുള്ള ഖുർആന്റെ ആയത്താണ് വന്നപ്പോ ബേജാറ് കുടുങ്ങി. എന്താ ബേജാറ്? നമ്മളൊക്കെ സാമാന്യത അടിച്ച് കയറ്റിയിട്ടുണ്ട്. കുറെ നമ്മുടെ സഹോദരന്മാർ മുസ്ലിമീങ്ങൾ ഇതടിച്ച് ടാങ്ക് ഫുള്ളാക്കിയ അവസ്ഥയിൽ മരിച്ചു പോയിട്ടുണ്ട്. ഇത് പിശാചിന്റെ മൂത്രാണ്, വിജയിക്കണമെങ്കിൽ ഇത് നിർത്തണം എന്നല്ല പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ബേജാറായി. അല്ലാ പറഞ്ഞു, ലൈസ അലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ജുനാഹുൻ ഫീമാ തുഇമു, നേരത്തെ ഡ്രിങ്ക് അടിച്ചു പോയ ആളുകൾ ഈമാനും സൽക്കർമ്മങ്ങളും ഉള്ളവരാണെങ്കിൽ, ഇദാ മത്തഖൗ വആമനു വഅമിലുസ് സാലിഹാത്ത്, തുടർന്നുള്ള ജീവിതത്തിൽ തഖ്വയും സൂക്ഷ്മതയും ഈമാനും സൽക്കർമ്മങ്ങളും ഉണ്ടെങ്കിൽ, അടിച്ചുപോയ മദ്യത്തിന്റെ കാര്യത്തിൽ, ഇത് വിലക്കപ്പെടുന്നതിന്റെ മുമ്പ് കുടിച്ചുപോയതിന്റെ കാര്യത്തിൽ കുറ്റമില്ല. അങ്ങനെ മരിച്ചുപോയ സ്വഹാബത്തിന് കുറ്റമില്ല. ഇത് എവിടുന്നാ തിരിഞ്ഞത്? ഇങ്ങനൊരു അർത്ഥമൊക്കെ ഇതിനുണ്ട് എന്ന് എവിടുന്നാ തിരിഞ്ഞത്? തഫ്സീറിന്ന് തിരിഞ്ഞു. ഏതാ തഫ്സീർ? 4 മദ്ഹബിന്റെ ഇമാമുകളെ തഖ്ലീദ് ചെയ്ത പിന്തുടർന്ന മുഫസ്സിറുകളുടെ കിതാബിൽ നിന്നാ നമുക്കിത് കിട്ടിയത്. അപ്പൊ മദ്ഹബില്ലാതെ ഖുർആന്റെ അർത്ഥം പോലും തിരിയൂല എന്നപ്പി പറഞ്ഞു വന്നതിന്റെ ആകത്തുക. എത്ര ഉദാഹരണം ഉണ്ട്! ഇത് ഒന്ന് മാത്രല്ലേ? അല്ലേ, സൂറത്ത് അൻആമിന്റെ 145 കാണാൻ വേറൊരായത്ത്, ഇഷ്ടം പോലെ ആയത്തുണ്ട്. നേർക്ക് നേരെ ആയത്തിന് അർത്ഥം വെച്ചു പോയാൽ പഴക്കും, ഒരു തർക്കുമില്ല. ഖുൽ ലാ അജിദു ഫീമാ ഊഹിയ ഇലയ്യ മുഹറമാ, നബിയെ അങ്ങ് പ്രഖ്യാപിക്കണം, ലാ അജിദു ഫീമാ ഊഹിയ ഇലയ്യ മുഹറമാ, എനിക്ക് വഹി തന്നതിൽ, വഹി ലഭിച്ചതിൽ ഹറാമായത് 4 വസ്തുക്കൾ മാത്രമാണ്. ഇല്ലാ അൻ യകൂന മൈതതൻ ഔ ദമൻ മസ്ഫൂഹൻ ഔ ലഹ്മ ഖിൻസീർ. നബിയെ അങ്ങ് സമൂഹത്തോട് ഉറക്കെ പറയാ. എന്താ പറയേണ്ടത്? ഭക്ഷ്യവസ്തുക്കളിൽ, ശാപ്പാട് ഐറ്റംസിൽ ഹറാമായത് 4 മാത്രാണ്. ഏതാ 4? മൈതതൻ, ശവം, ഔ ദമൻ മസ്ഫൂഹ, ഒഴുക്കപ്പെട്ട രക്തം, ഔ ലഹ്മ ഖിൻസീർ, പന്നിയിറച്ചി, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ശബ്ദമുയർത്തി അറുക്കപ്പെട്ട, വിഗ്രഹങ്ങൾക്ക് വേണ്ടി ബലി കഴിച്ച മൃഗങ്ങൾ.
ഇത് മാത്രാണ് നിഷിദ്ധമായ ഫുഡ് എന്ന് ഉറക്കെ പറയൂ. ഖുർആന്റെ നേരർത്ഥം അതാണ്. ഏതൊക്കെ നിഷിദ്ധമായ ഹറാമായ ഫുഡ് ഏതൊക്കെ? ശവം, പിന്നെ രക്തം, പിന്നെ പന്നിയിറച്ചി, അല്ലാഹ് അല്ലാത്തവരുടെ പേരിൽ ശബ്ദമുയർത്തി അറുക്കപ്പെട്ട വിഗ്രഹങ്ങളുടെ പേരിൽ നേർച്ചയാക്കി അറുക്കപ്പെട്ട നാൽക്കാലികൾ മൃഗങ്ങൾ, ഇതല്ലാത്ത ഒന്നും ഹറാമില്ല എന്നാ പറയുന്നത്. ഖുൽ പറയുക, ലാ അജിദു ഫീമാ ഊഹിയ ഇലയ്യ, എനിക്ക് വഹയി കിട്ടിയതിൽ ഞാൻ കണ്ടിട്ടില്ല, മുഹറമൻ ഹറാമായിട്ട് കണ്ടിട്ടില്ല, ഈ 4 ഒഴിച്ച് വേറൊന്നുമില്ല. അപ്പൊ മനുഷ്യനെ തിന്നാം, നായയെ തിന്നാം, പാമ്പിനെ തിന്നാം, എലിയെ തിന്നാം, കഴുതയെ തിന്നാം എന്ന് വന്നു. ഖുർആന്റെ നേരർത്ഥം നോക്കിയാൽ വന്നു. കാരണം ഇത് 4 തിന്നരുത് എന്ന് പറഞ്ഞ് അള്ളാഹു നിർത്തിയിട്ടില്ല. ഇത് 4 തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ് നിർത്തിയാൽ വേറെയും ചിലതുണ്ടെന്ന് മനസ്സിലാക്കാം. അള്ളാഹ് പറഞ്ഞത് ഹറാമായ ഫുഡ് ഈ 4 മാത്രമാണെന്നാ പറഞ്ഞത്. അങ്ങനെയാണ് ആയത്തുള്ളത്, അങ്ങനെ തന്നെ ആയത്തുള്ളത്. അപ്പൊ മനുഷ്യനെ തിന്നാ, പാമ്പിനെ തിന്നാന്ന് വന്നില്ലേ? എന്നാ അങ്ങനെ ആരെങ്കിലും ഇന്നോളം പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? ഇമാമുന ഷാഫി റഹിമഹുല്ല, നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫി ഇതിന്റെ അർത്ഥം പറയുന്നുണ്ട് റഹിമഹുല്ല. എങ്ങനെ അർത്ഥം? ഖുർആനിന്റെ സംബോധിതരായ മുശ്രിക്കുകൾ മർക്കട മുഷ്ടിക്കാരാ. അള്ളാഹു ഹലാലാക്കിയ ഹലാലുകളെ അവർ ഹറാമാക്കി, അള്ളാഹ് ഹറാമാക്കിയതിനെ അവർ ഹലാലാക്കി. അങ്ങനെ ഫുഡ് ഐറ്റംസിൽ അള്ളാഹ് ഹറാമാക്കിയ ഈ 4 സാധനങ്ങൾ മൂക്കറ്റം അടിച്ചു കയറ്റിയിട്ട് അവർ പറഞ്ഞു ഇത് മാത്രാണ് ഹലാല്, ഇത് മാത്രാണ് ഹലാല്. ഖുർആനിന്റെ ഓഡിയൻസായ മുശ്രിക്കുകൾ ഈ 4 നിഷിദ്ധമായ അള്ളാഹു ഹറാമാക്കിയ 4 വസ്തുക്കൾ മൂക്കറ്റം ഭക്ഷിച്ചിട്ട് പറഞ്ഞു ഇത് മാത്രാണ് തിന്നാൻ പറ്റുന്നത്. അള്ളാഹു അവരുടെ ഭാഷയിൽ തന്നെ അവർക്ക് അടി കൊടുക്കണം. അവരുടെ ഭാഷയിൽ തന്നെ, എനിക്ക് വഹയി കിട്ടിയതിൽ നിങ്ങൾ ഈ മൂക്കറ്റം തിന്ന് ഹലാലാക്കിയ 4 സാധനം ഉണ്ടല്ലോ അത് മാത്രം ഹറാമുള്ളത്. അവർക്ക് മറുപടി കൊടുക്കുന്ന രംഗാണ്. എന്നല്ലാതെ മൗകൂലാത്തിന്റെ ഫുഡിന്റെ ബാബു പറയല്ല ഖുർആന്, ഫുഡിന്റെ ബാബു പറയല്ല. ആ മുശ്രിക്കുകളോട് തർക്കിക്കാൻ വന്ന മർക്കട മുഷ്ടിക്കാരോട് അവരെ അടച്ച് മറുപടി കൊടുക്കണം. അവരെ ഭാഷയിൽ തന്നെ അവരെന്താ പറഞ്ഞത്? തിന്നാൻ പറ്റുന്നത് ഈ 4 അള്ളാന്റെ റസൂൽ തിന്നാൻ പറ്റാത്തത് എനിക്ക് വഹയി കിട്ടിയതിൽ ആകുള്ളത് ഈ 4. വേറെ ചില സാധനം തിന്നാൻ പറ്റൂല എന്ന് ഹദീസിൽ നിന്നും ഇജ്തിഹാദിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇത് എവിടുന്നാ കിട്ടിയത്? തഫ്സീറിന് കിട്ടി. ഏതാ ഈ തഫ്സീർ? 4 ഒരു മദ്ഹബ് സ്വീകരിച്ച മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ തഫ്സീറിൽ നിന്ന്. അപ്പൊ പ്രിയമുള്ളവരെ, മിനിമം ടോട്ടൽ മനസ്സിലാക്കാനുള്ളത് എന്താ? ഇന്ന് വർത്തമാന കാലത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും ഖുർആന്റെ ആശയം ശരിയായ വിധത്തിൽ മനസ്സിലാക്കണമെങ്കിൽ മദ്ഹബിന്റെ ഇമാമുകളെ പിന്തുടരുകയല്ലാതെ, അവരെ അംഗീകരിക്കുകയല്ലാതെ നമുക്ക് മുന്നിൽ മാർഗമില്ല എന്ന നഗ്ന യാഥാർത്ഥ്യം ഓരോ വിശ്വാസിയും മനസ്സിലാക്കുകയും അത് മനസ്സിൽ ഉറപ്പിക്കുകയും വേണം. അതിനുള്ള ഉദാഹരണമാണ് ഇനി ഹദീസുണ്ട്, വേറെ ആയത്തുണ്ട്. നേർക്ക് നേരെ ഇപ്പൊ മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന അത് മാത്രം ഓതി ജീവിച്ച എന്താകും നമ്മുടെ നാട്ടിലെ അവസ്ഥ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരൊക്കെ സ്വർഗത്തിലാ, കള്ളുടിച്ചാലും വ്യഭിചരിച്ചാലും ഒക്കെ സ്വർഗത്തിലാണ്. എന്താ അതിന്റെ ആശയം? ആ ആശയം മുജ്തഹിദുകളായ ഇമാമുകൾ, ആരിഫുകൾ നമുക്ക് പറഞ്ഞു തരണം. അതനുസരിച്ചല്ലാതെ ബാഹ്യാർത്ഥപ്രകാരം പരിഭാഷ വായിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വക്താവായി ജീവിക്കാൻ ശ്രമിച്ചാൽ, മുസ്ലിമായി ജീവിക്കാൻ ശ്രമിച്ചാൽ വഴി നരകത്തിലേക്കാകും. പരിഭാഷ നോക്കി വിധിച്ചാൽ നരകത്തിലെ ഖാലിയായി മാറും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.